അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി, അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ വാസി പോയാ വാസി ഉണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിന്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക്, ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ആയിരിക്കും, വോൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വോൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു, അനിൽ രാധാകൃഷ്ണൻ മേനോ. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്, പക്ഷേ അദ്ദേഹത്തിന് അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെ പേടിയെ വിളിക്കുക, ഞാനത് വിളിച്ച് പറയുന്നുള്ളൂ. ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഇൻഷാല്ലാഹ് നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസി ബുഖാരി എന്നെന്താ പറഞ്ഞത്? ഹോട്ടലിൻ്റെ പേരെന്ന് ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇവിടെ നിന്നാ വന്നത്, ഒരു ഏരിയയിലൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ. അണ്ണൻ തമ്പിയില് ഫാദറിന്റെ. ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ടൗണിലായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞു, ഞാനൊന്നുമല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ, മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവുമല്ല. അണ്ണൻ മമ്മൂക്കയാകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ, അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി, അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി, അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ ഒരു ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാം. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇതിലും പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടക്കുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് ഫിലിം ആയിട്ടാ അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഞാനില്ല, പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിന, നല്ല വോയിസ്, വോക്കൽ പവർ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ ഭയങ്കര രസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചു in those few minutes. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭഗത് മാനുവൽ.